നമസ്കാരം. എല്ലാവർക്കും അമൃത ജീവനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ മിനി ആർ നായർ, ശാന്തി ഹോമിയോപ്പതിക് ആൻഡ് ആയുർവേദിക് ക്ലിനിക് കുറുപ്പന്തറ. ഇന്ന് നമുക്ക് വളരെ ഏറെ പ്രയോജനം നൽകുന്ന ഒരു ഔഷധ സസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ചെടിയാണ് ബ്രഹ്മി. പണ്ടുകാലം തൊട്ടേ ബ്രഹ്മി വളരെയധികം ഉപയോഗിച്ചിരുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും വയലിലും ചതുപ്പ് നിലങ്ങളിലുമെല്ലാം പടർന്ന് കിടന്നിരുന്ന ഒരു ചെറു സസ്യം, വെളുത്ത പൂക്കളോട് കൂടിയ സസ്യമാണിത്. എന്നാൽ ഇന്നത് അങ്ങനെ നമുക്ക് കാണാൻ കിട്ടുകയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യരുടെ അമിതമായ രാസവള പ്രയോഗവും കീടനാശിനി അല്ലെങ്കിൽ കളനാശിനി പ്രയോഗവും കാരണം ഇതൊക്കെ കാണാനേ ഇല്ലാത്ത അവസ്ഥയിലായി. ഇന്ന് കാണണമെങ്കിൽ നമ്മളതിനെ പ്രത്യേകമായിട്ട് നട്ട് പരിപാലിക്കണം. നട്ട് പിടിപ്പിക്കുവാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൻ്റെ തണ്ട് മുറിച്ചിട്ട് നമുക്ക് കുറച്ച് ചെളിയും വെള്ളമൊക്കെ ഇടയ്ക്ക് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം അധികമായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് വളർന്നു വരുന്നതാണ്. ബ്രഹ്മിക്ക് വളരെയേറെ ഔഷധമൂല്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇത് പൂർവികർ നമുക്കായി കണ്ടുവച്ച അല്ലെങ്കിൽ കരുതി വെച്ച ഒരു ഉത്തമമായ ഔഷധമാണ്. കളയെന്നു കരുതി കളയല്ലേ, കളയിലുമുണ്ട് മാണിക്യം എന്ന് പറയുന്ന ചൊല്ല് ബ്രഹ്മിക്ക് വളരെ അർത്ഥവത്താണ്. കുടവൻ എന്ന് പറയുന്ന ചെടിക്കും ഈ ചൊല്ല് വളരെ കറക്റ്റാണ്. കുടവനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ആദ്യമേ തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കാണാനായിട്ട് ശ്രമിക്കുക. കുടവനും വളരെയേറെ ഔഷധ ഗുണമുള്ള ഒന്നാണ്. ബ്രഹ്മി സരസ്വതി എന്നുകൂടെ അറിയപ്പെടുന്നു. നമ്മുടെ ലോക ആരോഗ്യ സംഘടനയുടെ പ്രഥമ രജിസ്റ്ററിൽ സ്ഥാനമുള്ള ഒരു ഔഷധ സസ്യമാണ് ബ്രഹ്മി. നമ്മളിതിനെ ഉപയോഗപ്പെടുത്തുന്നത് ആ ചെടി സമൂലമായിട്ടാണ്, അതായത് ചെടി മുഴുവനായിട്ടാണ് മരുന്നുകൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. ബ്രഹ്മിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വീടുകളിലൊക്കെ നവജാത ശിശുക്കൾ ഉണ്ടാവുമ്പോൾ അവർക്ക് ബ്രഹ്മി പറിച്ച് വാട്ടിപ്പിഴിഞ്ഞ് അതിൻ്റെ നീര് ശർക്കരയോ കരിപ്പട്ടി ചക്കരയോ ഒക്കെ ചേർത്ത് അമ്മൂമ്മമാരൊക്കെ കൊടുക്കുമായിരുന്നു. അവർക്ക് വയറ്റിൽ നിന്നും ശരിയായ രീതിയിൽ പോകാതിരിക്കുമ്പോഴും അല്ലാതെ അവർക്ക് ബുദ്ധിശക്തി കൂടണമെന്നും അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ വളർച്ച നല്ല രീതിയിലാകണമെന്നും അതിനൊക്കെയാണ് ഇത് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. ആ ഒരു അറിവ് നമുക്ക് നേരത്തെ തൊട്ടേ ഉണ്ട്. അതായത് നാട്ടുവൈദ്യം അല്ലെങ്കിൽ അമ്മുമ്മ വൈദ്യം എന്നൊക്കെ അറിയപ്പെടുന്ന ആ ചികിത്സാ രീതിയിൽ ബ്രഹ്മി വളരെയേറെ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ബ്രഹ്മിയിൽ എന്താണ് ഇത്രയേറെ ഔഷധ ഗുണങ്ങളുണ്ടാവാൻ കാരണം? ഇതിലടങ്ങിയിരിക്കുന്ന ഏതെല്ലാം കണ്ടൻ്റാണ് ഇതിനെ സാധ്യമാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബ്രഹ്മിയിൽ ധാരാളം ബയോ ആക്റ്റീവ് കമ്പോണൻസ് ഉണ്ട്. സപ്പോണിൻസ്, ആൽക്കലോയിഡ്സ്, ഫ്ലവനോയിഡുകൾ, ആൻറ്റി ഓക്സിഡൻസ്, അമിനോ ആസിഡ്സ്, അങ്ങനെ ധാരാളം. അവ ഓരോന്നും നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം സപ്പോണിൻസ് നോക്കാം. ബ്രഹ്മിയിൽ അടങ്ങിയിരിക്കുന്ന സപ്പോണിൻസാണ് ബക്കോസൈഡ്സ് എ, ബി ആൻഡ് സി. ഇത് ശരിക്കും നമ്മളുടെ നാഡികളെ ശക്തിപ്പെടുത്തുന്നതിനും നമ്മുടെ കോഗ്നിറ്റീവ് പവർ ഇൻക്രീസ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. കോഗ്നിറ്റീവ് പവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം കാണുമ്പോൾ അത് പഠിക്കുവാനും മനസ്സിലാക്കാനും അതിൻ്റെ തിരിച്ചറിവുകളിലേക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കഴിവാണ് കോഗ്നിറ്റീവ് പവർ. ഇതിനെ എല്ലാം പ്രയോജനപ്പെടുത്തുന്ന അല്ലെങ്കിൽ ത്വരിതപ്പെടുത്തുന്ന ഒരു കണ്ടൻ്റാണ് സപ്പോണിൻസ് അല്ലെങ്കിൽ ബക്കോസൈഡ്സ് എ, ബി ആൻഡ് സി. അടുത്തതായിട്ട് ബ്രഹ്മിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്സ് ബ്രഹ്മിൻ, നിക്കോട്ടിൻ, ഹെർപറ്റിൻ എന്നിങ്ങനെ 3 പ്രധാനമായ ആൽക്കലോയിഡുകൾ. ഇത് 3 ബ്രഹ്മിക്ക് അതിൻ്റെ പൂർണ്ണമായ അല്ലെങ്കിൽ ടോട്ടൽ മെഡിസിനൽ വാല്യൂ നൽകുന്നത്. അടുത്തത് ഫ്ലവനോയിഡുകൾ. ബ്രഹ്മിയിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകളാണ് എപ്പിജിനിൻ ആൻഡ് ലൂട്ടിയോളിൻ. ഇത് രണ്ടും ബ്രഹ്മിക്ക് ധാരാളമായി ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി ഓക്സിഡൻ്റൽ പ്രോപ്പർട്ടീസ് നൽകുന്നു. അതുപോലെ തന്നെ ബെറ്റിലിനിക് ആസിഡും ഫിയോളിക് ആസിഡും ആൻറ്റി ഓക്സിഡൻ്റൽ ആക്ഷൻ ധാരാളമുള്ളതാണ്. വേറെ ഒന്ന്, ബ്രഹ്മിയിൽ ധാരാളമായിട്ട് അമിനോ ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. ഈ ബയോ ആക്റ്റീവ് കണ്ടൻസാണ് ബ്രഹ്മിയെ
ഇത്രയേറെ നല്ല ഒരു ഔഷധമാക്കി മാറ്റിയിരിക്കുന്നത്. ഇനി നമുക്ക് ബ്രഹ്മിയുടെ ഔഷധ ഗുണങ്ങൾ ഓരോന്നായി നോക്കാം. ബ്രഹ്മിയുടെ ഔഷധ ഗുണങ്ങൾ പറയുമ്പോൾ ഏറ്റവും ആദ്യമേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ഒരു ന്യൂറോട്രോപ്പിക് മെഡിസിൻ്റെ വിഭാഗത്തിലാണ് വരുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്രെയിനിനെയും നാഡീവ്യൂഹത്തെയും ശക്തിപ്പെടുത്തുന്നതിന് ബ്രഹ്മി നൽകുന്ന പ്രയോജനങ്ങളാണ്. അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറച്ച് ബ്രഹ്മി നമ്മുടെ ഓർമ്മശക്തി നിലനിർത്തുന്നു. അതുപോലെ തന്നെ ബുദ്ധിശക്തിയെയും ഓർമ്മശക്തിയെയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. ബ്രഹ്മിയുടെ നീരൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് നമ്മുടെ രക്തത്തിലെ കോർട്ടിസോൾ ലെവലിനെ നിയന്ത്രിച്ച് നമുക്ക് മനസ്സ് ശാന്തമായിരിക്കുവാനും നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി നിലനിർത്തുവാനും സഹായിക്കുന്നു. ബെക്കോസൈഡ്സിൻ്റെ അഡാപ്റ്റോജനിക് ക്വാളിറ്റി നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും കുറച്ച് നമ്മളെ മനസ്സ് നല്ല രീതിയിലാക്കുന്നതിന് സഹായിക്കുന്നു. ബ്രഹ്മിയുടെ ഈ ന്യൂറോപ്പതിക്കായിട്ടുള്ള അല്ലെങ്കിൽ നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കഴിവ് ഉപയോഗപ്പെടുത്തി ഇന്ന് കുട്ടികളിലൊക്കെ കണ്ടുവരുന്ന ADHD, ഓട്ടിസം, വലിയവരിലൊക്കെ കാണുന്ന അൽഷിമേഴ്സ്, ഡെമൻഷ്യ തുടങ്ങിയ അല്ലെങ്കിൽ ന്യൂറോ ജനറ്റിക് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ഒരു ഔഷധമായി ബ്രഹ്മി ഉപയോഗിച്ചു വരുന്നു. അടുത്ത ഒരു ക്വാളിറ്റി നോക്കിയാൽ ബ്രഹ്മി നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് എങ്ങനെയാണ് ഗുണം നൽകുന്നത്? ബ്രഹ്മിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ആമാശയത്തിലും കുടലുകളിലും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെ, നീർക്കെട്ടലിനെ കുറച്ച് ദഹനം സുഗമമാക്കുന്നു. അതുപോലെ തന്നെ ബ്രഹ്മി ഒരു വിഷകരമായ സസ്യമാണ്. ഇത് നമ്മളുടെ ആമാശയത്തെയും കുടലിനെയും ശുദ്ധീകരിക്കുകയും നമ്മളുടെ ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്ന ന്യൂട്രിയൻസിനെ നല്ല രീതിയിൽ ആഗിരണം ചെയ്യുന്നതിനും സഹായിക്കുന്നു. ബ്രഹ്മിയുടെ വേറൊരു കഴിവാണ് കോൺസ്റ്റിപ്പേഷനെ കുറയ്ക്കുക എന്നത്. അടുത്തത് ബ്രഹ്മി എങ്ങനെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതെന്ന് നോക്കാം. ബ്രഹ്മിയിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു. ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കൂടാൻ സഹായിക്കുന്നു. ഈ സീസണൽ ചേഞ്ചസ്, അതായത് ഇപ്പോൾ കർക്കിടകമൊക്കെ അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഏത് കാലാവസ്ഥയിലും മാറ്റം വരുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന അസുഖങ്ങൾ, പനി, ചുമ, ജലദോഷം തുടങ്ങിയ അസുഖങ്ങളെ തടയുന്നതിന് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസിനെ അല്ലെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിന്, തടയുന്നതിന് ബ്രഹ്മി വളരെയേറെ സഹായിക്കുന്നു. ബ്രഹ്മി നമ്മുടെ സ്കിന്നിനെയും ഹെയറിനെയും ചർമ്മത്തെയും നമ്മുടെ മുടിയെയും എങ്ങനെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു എന്ന് നോക്കാം. ബ്രഹ്മിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ആൻറ്റി ഓക്സിഡൻസ് ഫ്രീ റാഡിക്കൽസുമായി പ്രവർത്തിച്ച് നമ്മുടെ കോശങ്ങളുടെ നാശത്തെ തടുക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ ഏജിങ് വളരെ സ്ലോ ആക്കും. അതായത് നമ്മൾ പ്രായമാകുന്ന അവസ്ഥ കുറയ്ക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആക്കുന്നു. അതുപോലെ തന്നെ ബ്രഹ്മിയുടെ ബയോ ആക്റ്റീവ് കണ്ടൻസ് കൊളാജൻ സിന്തസിസ് കൂട്ടുന്നു. ഈ കൊളാജൻ എന്ന് പറയുന്ന വസ്തു നമ്മളുടെ സ്കിന്നൊക്കെ നല്ല ടൈറ്റായിട്ടിരിക്കുന്നതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രായം മുമ്പോട്ട് വരുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ അങ്ങ് ലൂസാകും, അതിനെ തടയുന്നു. അപ്പോൾ നമ്മുടെ യൗവനം നിലനിർത്തുന്നതിനും ബ്രഹ്മി സഹായിക്കുന്നു. വേറെ ഒരു ഗുണമാണ് ബ്രഹ്മിക്ക് ഹൈഡ്രേറ്റിംഗ് ക്വാളിറ്റി ഉണ്ട്, നല്ല ജലാംശം. അപ്പോൾ ഇത് നമ്മളുടെ സ്കിന്നിനെ എക്സ്റ്റേണലായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ സ്വാഭാവികമായ സ്നിഗ്ധത നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ തലയോട്ടിയിലെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ വരൾച്ച കുറച്ച് തലയിലുണ്ടാകുന്ന ചൊറിച്ചിലും താരനെയും അകറ്റി മുടി നല്ല രീതിയിൽ വളരുന്നതിന് സഹായിക്കുന്നു. ബ്രഹ്മിയുടെ നീരും എണ്ണയും തുല്യമായിട്ടെടുത്ത് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് മുടി വളരുന്നതിന് വളരെയേറെ ഉപകാരമാണ്. ബ്രഹ്മി നമുക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിൽ കൊടുക്കുമ്പോൾ സ്കിന്നിലുണ്ടാകുന്ന സൺലൈറ്റൊക്കെ കൊണ്ടുണ്ടാകുന്ന ടാൻ ഉണ്ടല്ലോ, അതൊരു കറുപ്പ് വീഴുന്ന മങ്ങൽ ഏൽക്കുന്നത്, അതിനെ കുറയ്ക്കുന്നതിനും നമ്മുടെ മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ അളവ് കൂട്ടുന്നതിനും സഹായിക്കുന്നു. എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ മാത്രം പോരാ, നമ്മൾ ഉള്ളിലേക്കും കൂടെ ബ്രഹ്മി കഴിക്കുകയാണെങ്കിൽ ഈ ഇഫക്റ്റ് വളരെയേറെ നന്നായി നമുക്ക് ലഭിക്കുന്നതാണ്. ബ്രഹ്മിയുടെ വേറൊരു വലിയ ഗുണമാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പവർ. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ ഒരു പ്രവൃത്തിയാണ്.
ഇൻഫ്ലമേഷൻ ഈസ് ദ നാച്ചുറൽ റെസ്പോൺസ് ഓഫ് അവർ ബോഡി ടു ഇംപ്രൂവ് ഹീലിംഗ് ആൻഡ് ഫൈറ്റ് എഗൻസ്റ്റ് ഡിസീസ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ പ്രതിരോധത്തെ അല്ലെങ്കിൽ ഹീലിങ്ങിനെ സഹായിക്കുകയും നമ്മളെ അസുഖങ്ങളോടുള്ള പടപൊരുതുന്നതിനും ആണ് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ആ പ്രവർത്തനമാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ക്രോണിക്കുമുണ്ട്, അക്യൂട്ടുമുണ്ട്. അക്യൂട്ട് ഇൻഫ്ലമേഷന് ഉദാഹരണമാണ് നമുക്ക് സാധാരണയായിട്ട് സീസണൽ ചേഞ്ചസിലൊക്കെ ഉണ്ടാകുന്ന പനി, ചുമ തുടങ്ങിയവ. അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ ക്രോണിക് ഇൻഫ്ലമേഷൻ്റെ കാര്യത്തിലും ബ്രഹ്മി നല്ല ഇഫക്റ്റീവാണ്. അതായത് ലോ ലെവലിലുള്ള ക്രോണിക് ഇൻഫ്ലമേഷൻ നീണ്ടു നിൽക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഡയബറ്റീസ്, പ്രഷർ, ഹാർട്ട് ഡിസീസസ്, കിഡ്നി ഡിസീസസ്, ക്യാൻസർ, അൽഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഞരമ്പ് സംബന്ധമായ അല്ലെങ്കിൽ ന്യൂറോട്രോപ്പിക് ഡിസീസസും ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസും ഫാറ്റ് മോളിക്യൂൾസും കൂടെ പ്രവർത്തിച്ചുണ്ടാകുന്ന ഡാമേജാണ് നമുക്ക് ഇതുപോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിനെ ഒരു പരിധി വരെ തടയുന്നതിന് ബ്രഹ്മിയുടെ ഉപയോഗം സഹായിക്കുന്നു. ഇത്രയേറെ ഔഷധ ഗുണമുള്ള ബ്രഹ്മിയെ നമ്മൾ തീർച്ചയായിട്ടും സംരക്ഷിക്കേണ്ടതാണ്. നമ്മളുടെ വീടുകളിലൊക്കെ ബ്രഹ്മി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കത് ആവശ്യാനുസരണം ഉപയോഗിക്കാം. അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ധാരാളം ഔഷധങ്ങൾ ബ്രഹ്മി ചേർന്നതെന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ആയുർവേദത്തിലാണെങ്കിൽ സാരസ്വതഘൃതം പോലെയുള്ള പല ഔഷധങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഹോമിയോപ്പതിയിലും ബ്രഹ്മിയിൽ നിന്നും എടുക്കുന്ന മെഡിസിൻസ് ഉണ്ട്. ഇത് നമ്മൾ സാധാരണയായിട്ട് നമ്മളൊക്കെ ക്ലിനിക്കിലെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപയോഗിക്കുന്നു. വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. കുട്ടികളിൽ കണ്ടുവരുന്ന ADHD അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി, പിന്നെ പഠിക്കാൻ ആയിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റി, പഠിക്കാനുള്ള ശ്രദ്ധയില്ലായ്മ, അങ്ങനെയുള്ള കാര്യത്തിനും വളരെയേറെ പ്രയോജനം തരുന്നുണ്ട്. നമുക്ക് വലിയവരിലാണെങ്കിലും കുട്ടികളിലാണെങ്കിലും ഒക്കെ ഇന്ന് ശ്രദ്ധയില്ലായ്മയും അല്ലെങ്കിൽ ഓർമ്മശക്തി കുറയുമൊക്കെ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു കാലഘട്ടമല്ലേ. അതിൻ്റെ എല്ലാം കാരണം നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങൾ, നമ്മുടെ അന്തരീക്ഷ മലിനീകരണം, നമ്മുടെ സ്ട്രെസ് എന്നിവയാണ്. ഈ 3 കാര്യങ്ങൾ, മലിനീകരണവും സ്ട്രെസ്സും അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് ആയിട്ടാണ് എല്ലാവരും പോകുന്നത് തന്നെ. കുട്ടികളിലാണെങ്കിലും വളരെയേറെ ടെൻഷനും സ്ട്രെസ്സുമാണ്. അവർക്ക് പഠിക്കണ കാര്യം മുതലേ ടെൻഷനാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് നമുക്ക് ശരിക്കും നമ്മളുടെ പ്രവർത്തനക്ഷമത കുറഞ്ഞു പോകുന്നു. നമുക്കൊരു കാര്യത്തിലും കൂടുതലായിട്ട് ശ്രദ്ധിക്കുവാനോ അത് ഓർത്തിരിക്കുവാനോ ഒന്നും സാധിക്കുന്നില്ല. നേരത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 65-70 വയസ്സിന് ശേഷമാണ് മറവി എന്ന രോഗം കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഈ പ്രശ്നങ്ങൾ, ഡിപ്രഷനും മറവിയും ശ്രദ്ധയില്ലായ്മയും ഉറക്കമില്ലായ്മയും ഒക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കാണുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ ബ്രഹ്മിയുടെ ഗുണങ്ങൾ മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ബ്രഹ്മിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഹോമിയോപ്പതിയിലുള്ള ബ്രഹ്മിയുടെ ഔഷധങ്ങൾ വളരെയേറെ പ്രയോജനം നൽകുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ പല പേരിലും ബ്രഹ്മി ചേർന്ന ഔഷധങ്ങൾ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് ലഭ്യമാണ്. എന്നാൽ ന്യൂട്രലൈറ്റ് ബ്രഹ്മിയൊക്കെ വളരെ ഏറെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ വളരെ ഹൈ ആണ്. പ്യൂരിറ്റിയും സേഫ്റ്റിയും പൊട്ടൻസിയും, അതായത് PSP ക്രൈറ്റീരിയ നിലനിർത്തുന്ന ഒരു നല്ല പ്രോഡക്റ്റാണ് ന്യൂട്രലൈറ്റ് ബ്രഹ്മി. ഇതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മളുടെ മാനസികമായ ആരോഗ്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിപരമായ പ്രവൃത്തികൾ വളരെയേറെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് നമുക്ക് ബ്രഹ്മി ഹോമിയോപ്പതിക് മരുന്നായാലും ബ്രഹ്മിയുടെ സപ്ലിമെൻറ്റ്സ് ആയാലും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.